ഈ മീഡിയക്കാർ ചെന്നിട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ചെകുത്താനെ പറ്റി ചോദിക്കേ, അവർ ഭയങ്കരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. വലിയ കുറ്റവാളിയാണെന്ന് പറഞ്ഞു തരും, ഭയങ്കര തെറ്റുകൾ ചെയ്ത ആളാണെന്ന് പറഞ്ഞു തരും, എന്ത് കേസെടുക്കണമെന്ന് പറഞ്ഞു തരും, ആരെയൊക്കെ വിളിച്ചപ്പോഴാണ് കേസെടുത്തതെന്ന് പറഞ്ഞു തരും. പിന്നെ അവിടെ മൊത്തം നടന്ന പ്രശ്നങ്ങൾ അത് കൂടാതെ വേറെ എന്തെങ്കിലും മിലിറ്ററി ഇന്ത്യയൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ അങ്ങനെയൊക്കെ ചെന്ന് ചോദിക്കും ഇവരോട്. ഇത് ഇമാര് കാര്യങ്ങളെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാത്തതുകൊണ്ടാ. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ, എൻ്റെ കേസൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, അതിനെപ്പറ്റി ചോദിച്ചുകൂടെ നിങ്ങൾക്ക് എന്ന്. അതാ എളുപ്പം പറയാം. അവിടെ പ്രസ് മീറ്റൊക്കെ ഇരുന്ന് പറഞ്ഞു തരും, ആളെ കൂട്ടി എന്ന് പറഞ്ഞു തരും എന്താന്ന്. എടാ ഇത് കൊള്ളതൊന്നും കണ്ടില്ല എന്ന് മറന്നുപോയോ എല്ലാവരും. നിങ്ങളിങ്ങനെ ചുമ്മാ അവരെ ബുദ്ധിമുട്ടിക്കാതെ അതിൽ കൂടുതൽ പ്രാധാന്യമുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ചാനലുകാർ. നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വിട്ടിട്ട് ഒരു ചെറിയ റിപ്പോർട്ടല്ലേ ഉള്ളൂ. അതുപോലെയാണോ ഒരുത്തൻ യൂട്യൂബിലിരുന്ന് ഇങ്ങനെ തെറി വിളിച്ചതും, എന്താ ഈ പറയുന്നത്, ടെറിട്ടോറിയൽ ആർമിയെ അപമാനിച്ച ആളെയൊക്കെ പിടിച്ചിട്ട് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. നിങ്ങൾ റിപ്പോർട്ടൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അതുപോലെയാണോ ഇത്? നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക. ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് ഒരു നാഷണൽ വിഷയം സംസാരിക്കുക. അല്ലാതെ ഈ ലോക്കലിൽ നടന്ന ചെറിയ 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 പീഡനങ്ങളും ചെറിയ എന്താ പറയുക അടിച്ചമർത്തലുകളും ചെറിയ ചെറിയ ബലാത്സംഗങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാതെ ആർമിയെ പറ്റി സംസാരിക്കൂ. അങ്ങനെയുള്ളപ്പോൾ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക്. നിങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ ഇവരെ. അവരൊക്കെ അങ്ങനെ ചെറിയ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരല്ല. അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുകയും ഒരുപാട് ഉത്തരവാദിത്തമുള്ളവരും അങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ രീതിയിൽ ഇടപെടുന്ന ആളുകളോട് ചെന്നിട്ട് ഇങ്ങനെ മെയിൻ വിഷയം മാറ്റിയിട്ട്, അതായത് കഴിഞ്ഞ ഒരു ദിവസം മുഴുവനും പോലീസിൻ്റെയും സമയം പോയ വിഷയം മാറ്റിയിട്ട്, ഇത് പക്ഷേ 1 കോടി രൂപ മുടക്കി എന്ന് പറഞ്ഞ കേട്ടല്ലേ, അത് പിന്നെ വേറെ അതുകൊണ്ട് അത് പിന്നെ അതൊരു പോട്ടെ എന്തിരട്ടെ. എന്നാൽ പോലും പ്രാധാന്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ വിളിച്ചു പറയുന്നു, മറ്റേ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് വിളിച്ചു പറയുന്നു, കേസെടുക്കുന്നു, അന്വേഷിക്കുന്നു, അതിനെപ്പറ്റി ചോദിക്ക്, അപ്പോൾ കേൾക്കാം ഉത്തരങ്ങൾ. ഡാൻസ്, പാട്ട്, നാടകം, ഇങ്ങനത്തെ പരിപാടി ഇടയ്ക്ക് പോയി ചോദിക്കില്ല. അതും അതെ അത് ശരിയാണ്. ഡാൻസ് കളിക്കുന്നവരോട് അവര് അങ്ങനെയുണ്ട് കേട്ടോ. അതിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കോ? മാത്രമല്ല പനി പിടിച്ച ഒരാളോട് നിങ്ങൾ എന്താണ് മീഡിയക്കാരെ ഇങ്ങനെ? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ചോദിക്കുന്ന വിഷയം തെറ്റ്, ചോദിക്കുന്ന സമയം തെറ്റ്. പാട്ടും ഡാൻസും പ്രാക്ടീസ് ചെയ്യുന്നവരോട് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ, അതും വലിയ ഹേമ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന അല്ലെ കമ്മിറ്റി എന്ന് പറയുന്ന ജഡ്ജ് പ്രിപ്പയർ ചെയ്ത സാധനത്തിനെ പറ്റി സിനിമാക്കാരോട് ഡാൻസും പാട്ടും കളിച്ച് നിൽക്കുന്നവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ? ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ? നിനക്കൊക്കെ മനസാക്ഷിയുണ്ടോ? പനിയാണ്, ശ്വാസം മുട്ടലാണ് പലർക്കും. അവിടെയൊക്കെ ചെന്ന് ബുദ്ധിമുട്ടിക്കുക. നിങ്ങൾ എന്താ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? ഡാൻസും പാട്ടും ഒക്കെ വയ്യാതെ ഇത്രയും, അതും എന്ത് നന്മയ്ക്ക് വേണ്ടിയിട്ടാ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത്രയും നന്മകൾ ചെയ്യുന്ന ആൾക്കാരെ ചെന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാവോ? റിപ്പോർട്ടൊക്കെ അത് ഗവൺമെന്റ് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിന് ഹൈക്കോടതി അതിനനുസരിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അതൊക്കെ അവരെയൊക്കെ അതിനൊക്കെ ജോലിക്ക് ഇരുത്തിയേക്കുക. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന അവരവരുടെ ജോലി ചെയ്യാനെങ്കിലും സമ്മതിക്കും. ചുമ്മാ ഇങ്ങനെ ചെന്ന് കയറി ഇത്രയും മാന്യന്മാരായ, ഇത്രയും സഹായങ്ങൾ കൊടുക്കുന്ന, സിനിമയിൽ അഭിനയിക്കുന്ന, ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും വെള്ള ഷർട്ട് മാത്രം ഇടുകയൊക്കെ ചെയ്യുന്ന വളരെ നിഷ്കളങ്കരായ അതുപോലുള്ള ആളുകളോട് ചെന്ന് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാതെ അവർക്ക് വിഷമമാവും. കാരണം അത് പീഡനങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. അതൊന്നും അവർക്ക് അറിയില്ല. അവരങ്ങനത്തെ ആളുകളല്ല. നിങ്ങളൊന്നും മനസ്സിലാക്കിയത് എന്താ ഇതിങ്ങനെ താങ്ങാൻ പറ്റത്തില്ല. അവരെന്തെങ്കിലും പറ്റിപ്പോയാൽ നിങ്ങൾ ഉത്തരവാദിത്തം പറയൂ? ഇത്ര നിഷ്കളങ്കരായ, നിരുപദ്രവകാരികളായ, ഒരു ഈച്ചയെ പോലും പീഡിപ്പിക്കാത്ത, പാട്ട് ഡാൻസ് പോലുള്ള ചെറിയ ലളിതമായ ജീവിതം നയിക്കുന്ന, മുമ്പൊന്നും ഇതുപോലെ ഒരു കേസിലും പ്രതികളല്ലാത്ത, എന്നാൽ ചെകുത്താൻ എന്നൊക്കെ പറയുന്നവെന്ന് പറഞ്ഞാൽ എന്തോ ഒരു പബ്ലിക് ന്യൂസൻസ് ആണ്. അറിയാമോ നിങ്ങൾക്ക്? അവരെ പറ്റിയൊക്കെ ചോദിക്ക്. ഇവർ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ നടപടി എടുക്കണം, ഏതൊക്കെ വകുപ്പാക്കണം, മിലിറ്ററിയെ വേണം അല്ലെങ്കിൽ വേണ്ട, തെറി, ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി, അവരെ പറ്റിയൊക്കെ ചോദിക്കുക. അവർ പറഞ്ഞു തരും.
മുമ്പൊരിക്കലും ഒരു തരത്തിലുള്ള ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലാത്ത ആളോട് പോയി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിക്രൂരമാണ്. ഇങ്ങനെ ക്രൂരരാവരുത്, ഇങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുത്. മാന്യമായി ജീവിക്കുന്ന, മുമ്പൊരിക്കൽ പോലും ഒരു കേസിൽ പോലും പ്രതിയാകാത്ത, ആരും ഒരു കുറ്റം പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ പാവം മനുഷ്യരോട് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങളൊക്കെ മനുഷ്യരാണോ? അതെ, ഞാൻ വെറുതെ പറയല്ല. ആ കേസിൽ പ്രതിയായ മിലിറ്ററി അപമാനിച്ചവനെയും ഈ പറഞ്ഞ മഹാ മനുഷ്യനെയൊക്കെ തെറി വിളിച്ചവനെ പോലുള്ളവരെ പറ്റിയൊക്കെ ചോദിക്കേ. കൃത്യമായി പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആലോചിക്കുക, പ്രവർത്തിക്കുക. അതിനൊക്കെ 100 വട്ടമൊക്കെ ആലോചിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതെന്താ ഇത് പെട്ടെന്ന് പാട്ട്? അയ്യോ, ഞാൻ പേടിച്ചു. ഞാൻ ഓർത്തിന് വല്ല പത്രക്കാരും വന്ന് എന്നോട് വല്ലതും ചോദിക്കണം. കളഭം എന്നൊക്കെ പറയുന്ന കേട്ടു. കളഭം തരാം, മനസ്സും തരാം. ഞാൻ വെറുതെ പറയല്ല. മാധ്യമ പ്രവർത്തകരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. അവര് ചെയ്യേണ്ട പണി അവര് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഇറങ്ങി വേണം ഇങ്ങനെ അന്വേഷിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ പാവപ്പെട്ട നിഷ്കളങ്കരായ നിരുപദ്രവകാരികളായ മാടപ്രാവുകളെ പോലെയുള്ള മാടപ്രാവിന്റെ മനസ്സുള്ള അത്രയ്ക്ക് വിശുദ്ധമായ ആളുകളെ ചെന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് വേദനിപ്പിച്ച് മാനസികമായി പീഡിപ്പിച്ച് അവർക്ക് ഡാൻസ് കളിക്കുന്നതിനും അവർക്ക് പാട്ട് പാടുന്നതിനും തടസ്സം വരുത്തി ഒരു നന്മ ചെയ്യാൻ അനുവദിക്കാത്ത നിങ്ങൾ എന്ത് മനുഷ്യരാണ് നിങ്ങൾ? 24 മണിക്കൂർ ഇത് ചർച്ച ചെയ്ത് അവരെ ഇങ്ങനെ പീഡിപ്പിക്കാതെ. ആരെങ്കിലുമൊക്കെ ചെയ്ത തെറ്റിന് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആരോ ചെയ്തത്, ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് പറഞ്ഞത്, ആർക്കാണ് പറ്റിയത് എന്ന് പോലും അറിയാത്ത ഈ സാഹചര്യത്തിൽ ഒരു സിനിമ ഇൻഡസ്ട്രിയെ മുഴുവനും നിങ്ങൾ കുറ്റക്കാരാക്കുന്നു. എല്ലാവരും അത്രക്കാരാണോ? അല്ല. വളരെ കുറച്ച് പേര് എവിടെയോ ചെറുതായിട്ടൊക്കെ സംഭവിച്ചൊരു കുഞ്ഞു കാര്യം, അതിന് ഒരു ദിവസം മുഴുവനും ഇവരുടെയൊക്കെ പറയാൻ നടക്കുക, ബുദ്ധിമുട്ടിക്കുക. പാട്ടും ഡാൻസും ഒക്കെ കണ്ടിട്ട് പോയാൽ പോരെ? എത്ര രൂപയുടെ പരിപാടിയാണ് നിങ്ങൾക്ക് കിട്ടുന്ന? ഇവരുടെ എന്തെല്ലാം ലാഭങ്ങളുണ്ട് കച്ചവടങ്ങളിൽ. റെസ്പെക്ട് ചെയ്യടാ. മീഡിയ ആണത്രേ, മീഡിയ. എന്നിട്ട് ചെന്ന് കയറിയിട്ട് ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ ഇതുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അതുമല്ല, വെറുതെ ഇങ്ങനെ മെനക്കെടുത്ത് കണ്ടോണ്ടിരിക്കുന്നവർ വരെ മടുത്തു പോകുന്നു. എത്രയും പെട്ടെന്ന് വെറുപ്പിക്കാമെങ്കിൽ ഈ പരിപാടി നിർത്താമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വെറുപ്പിച്ച് കണ്ടോണ്ടിരിക്കുന്നവർ ഈ മതി, ഇനി ഞങ്ങൾക്ക് വേണമെന്ന് പറയണം. ആ രീതിയിലാണ് പരിപാടി. എന്നാൽ ചർച്ച ചെയ്താൽ വല്ലതും ആവും, അതുമില്ല. തലയും മാലും ഇല്ലാത്തതിനെ എന്തിനാ ഇങ്ങനെ ചർച്ച ചെയ്യുന്നേ? എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അവർ പറഞ്ഞു കേട്ടില്ലേ ഇങ്ങനെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കരുതെന്ന്? മനുഷ്യത്വം, അന്തസ്സുണ്ടോടാ നിനക്കൊക്കെ? അന്തസ്സുണ്ടോ? ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും മാധ്യമ ധർമ്മമല്ല. നിങ്ങൾ ചോദിക്കേണ്ടത് പോലീസിനോടും കോടതിയോടും ഒക്കെ ചോദിക്കേ. അല്ലല്ലോ ഈ കമ്മിറ്റി ഉണ്ടാക്കിയ ആൾക്കാരോട് ചോദിക്കണം. അല്ലാതെ ഈ പാവപ്പെട്ട ഇരകളോടല്ല ചോദിക്കേണ്ടത്. വേട്ടക്കാരൻ എന്ന് പറയുന്നത് വേട്ടക്കാരൻ മാത്രമല്ലേ? ഇരകളെന്ന് പറയുന്നത് ആരാന്നറിയത്തില്ല, വേട്ടക്കാരൻ ആരാന്നറിയത്തില്ല. അപ്പോൾ സാധുക്കളായ ഈ മാടപ്രാവുകളോട് അവരാണേലും പഠിച്ചിട്ടുമില്ല, അവരറിഞ്ഞിട്ടില്ല പലരും. ഇതൊന്നും ചോദിക്കുന്നവരോടൊക്കെ അവരറിഞ്ഞില്ല. എന്താന്ന് ചോദിക്കുന്നവരോടാണോ പിന്നെ ചോദിക്കുന്നത്? ഇത് അറിയാവുന്നവരോട് പോയി ചോദിക്കുക. ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഈ ഹേമ എന്ന് പറഞ്ഞ ജഡ്ജിനോട് ആരും ചോദിക്കുന്നത് ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരും കണ്ടോ എവിടെയെങ്കിലും ജഡ്ജിനോട് ചോദിക്കുന്നത്? ഇത് പ്രിപ്പയർ ചെയ്ത കമ്മിറ്റി ആരാ? അവരോട് ചോദിക്കാത്ത എന്താ? അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് നടപടി എടുക്കേണ്ടത് ആരാ? ഈ കമ്മിറ്റി ആരുണ്ടാക്കിയത്? അവരോട് പോയി ചോദിക്കാത്ത എന്താ? നിങ്ങൾ ഇവിടെ നടന്ന് അവിടെ ഇവിടെ നിൽക്കുന്ന ഓരോ സിനിമക്കാരെ വഴി കണ്ടവരോടെല്ലാം ചെന്ന് മൈക്ക് കൊണ്ട് വായി കുത്തിയാൽ അതൊരു മോശം പരിപാടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇതിവിടെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ എന്താ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി മേടിക്കുന്നിടത്ത് കഞ്ഞി കുടിക്കേണ്ടി വരും അല്ലേ? അതൊരു പ്രശ്നമാണ്. ചോദിച്ചു ജീവിക്കണ്ടേ അല്ലേ? എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ജീവിക്കും. നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ചെറുത്താൻ ഒളിവിൽ പോയവനും വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുന്ന കഥ പറയുന്നവന്മാരല്ലേ? നീയൊക്കെ അങ്ങനെയല്ലടാ ജീവിക്കുന്നത്. നാണം കെട്ടവന്മാരെ. ഉളുപ്പുണ്ടോടാ നിനക്ക് റിപ്പോർട്ട് ചെയ്യാൻ? എന്തറിഞ്ഞിട്ടാ പറഞ്ഞത്? അപ്പോൾ ഇവനൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. നീയൊക്കെ ഇതിനൊക്കെ കൊള്ളത്തുള്ളൂ. ഈ കിട്ടുന്ന കാശിനൊക്കെ നീ പിള്ളേർക്ക് വല്ലതൊക്കെ മേടിച്ച് കൊടുത്തോടാ നാറി. ഉളുപ്പില്ലാത്തവനെ. ഭയങ്കര വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നവന്മാരാ.
ചെകുത്താൻ 7 മണിക്ക് ഒളിവിൽ പോയിട്ട് രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. സമ്മതിച്ചിരിക്കുന്നു മാധ്യമ പ്രവർത്തക. എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ റിപ്പോർട്ട് ചെയ്തവന്മാർക്ക് അവരുടെ കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മുട്ടായി മേടിച്ചു കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ആ ഒരു സന്തോഷം അത് കിട്ടിയല്ലോ, അത് മതി. മാധ്യമ പ്രവർത്തനമല്ല, അമേധ്യമ പ്രവർത്തനം നടത്തുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള നിഷ്കളങ്കരായ മനുഷ്യരെ പീഡിപ്പിക്കാതെ കുറ്റവാളി എന്ന് തന്നെ പറയണം. അവരുടെയൊക്കെ പറയുവാണ്. ആറാട്ടണ്ണനില്ലേ ഇവിടെ, ചെകുത്താനില്ലേ, അതും ഇല്ലെങ്കിൽ അലൻ ജോസ് പെരേര, ഇപ്പതേ VJ മച്ചാൻ, അവരെയൊക്കെ പിടിച്ചു. അതൊക്കെ ശരിയാണ്, അതൊക്കെ നിങ്ങൾ പറയണം. അതൊക്കെ അങ്ങനെയുള്ളവരെ പോയി പിന്തുടരൂ, കുറ്റവാളികളെ അന്വേഷിക്കൂ.